ധ്യാനപീഠചിന്തകൾ. ധ്യാനപീഠചിന്തകൾ, എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ്. കർത്താവിൻ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പുതിയ മാസത്തിൻ്റെ ആരംഭ ഞായറാഴ്ചയിൽ ദൈവസന്നിധിയിൽ നമുക്ക് നന്ദിയോടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മോട് കാണിച്ച സകല കരുണയും ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. ഏവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിച്ച് കേൾപ്പിക്കുന്നു. ബുക്ക് ഓഫ് ഐസിയ ചാപ്റ്റർ 43 വേഴ്സ് 2. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. വളരെ സുപരിചിതമായ ഒരു വാക്യാംശമാണ്. പലപ്പോഴും വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നാം വിളിച്ചു പറയുന്ന ഒരു വാക്യമാണല്ലോ ഈ 2-ാമത്തെ വാക്യം. അതിൻ്റെ ആരംഭവാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രയേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ ആകുന്നു. അപ്പോൾ ഒരു ജനതയെ ചൂണ്ടിക്കാണിച്ചിട്ട് പ്രത്യേകാൽ യാക്കോബേ എന്നുള്ള പേരോടുകൂടി പറയുകയാണ്, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, നീ എനിക്കുള്ളവൻ ആകുന്നു. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധം അവിടെ സൂചിപ്പിച്ചിട്ട് ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ അടുത്തതായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് 2-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നത്. അവിടെ വായിക്കുന്നത് ഒരു വലിയ പ്രതിസന്ധിയുടെ വാക്കുകളാണ്. ആ പ്രതിസന്ധി വ്യക്തിയുടെ ജീവിതത്തിൽ വരുമ്പോൾ അവിടെയെല്ലാം ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നാണ് അരുളി ചെയ്തിരിക്കുന്നത്. നാം 2-ാം വാക്യത്തിൽ വായിച്ചപ്പോൾ ആരംഭത്തിൽ ഇങ്ങനെയാണ് വായിച്ചത്: നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. വീണ്ടും നാം വായിക്കുന്നു, നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ തീയിൽ കൂടി പോയാലും, അഗ്നിജ്വാലയിലൂടെ പോയാലും, നദിയിൽ കൂടി പോയാലും, വെള്ളത്തിൽ കൂടി പോയാലും ഒറ്റ കാര്യമാണ്, ആ പ്രതികൂല സാഹചര്യം വ്യക്തിക്ക് ദോഷമായി ബാധിക്കാതിരിക്കുന്നതിന്റെ കാരണം ദൈവം കൂടെയുണ്ട് എന്നുള്ളതാണ്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. എത്ര ആശ്വാസകരമായ ഒരു വാക്കാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ യാക്കോബേ, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നത് കൊണ്ട്, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ ഏത് പ്രതികൂലത്തിലും ഞാൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ്. എന്നാൽ ഈ വാക്യാംശം നാം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ ഇതിന് മറ്റൊരു തലത്തിലേക്ക് ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുപോകട്ടെ. വാസ്തവത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ നിമിഷങ്ങളിൽ എത്തുമ്പോൾ താൻ കടന്നു പോകുന്ന അതികാഠിന്യമുള്ള പ്രതിസന്ധിയുടെ ഒരനുഭവം കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങ് ഗത്സമന തോട്ടം മുതൽ ഗൊൽഗോഥ മലമുകൾ വരെയും നമ്മുടെ കർത്താവ് കടന്നുപോയ ആ ജീവിതത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ പാതകളിൽ അവിടെയെല്ലാം പ്രതിസന്ധി ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വെള്ളത്തിൽ കൂടി കടന്നുപോയാൽ കൂടെയിരിക്കാമെന്ന് അരുളി ചെയ്ത, നദി കവിഞ്ഞു വരാതെ വണ്ണം കൂടെയിരിക്കുന്ന, അഗ്നിജ്വാല ദഹിപ്പിച്ച് കളയാതെ വണ്ണം കൂടെയിരിക്കുന്ന, തീയിലൂടെ കടന്നാൽ വെന്തുപോകാതിരിക്കത്തക്ക നിലയിൽ കൂടെയിരിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ടാകുമെന്ന് ഉറപ്പു നൽകിയപ്പോഴും ദൈവപുത്രൻ ഈ പ്രതിസന്ധിയുടെ ഏറ്റവും അതികാഠിന്യമുള്ള അവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം മൗനമായിട്ടിരിക്കുന്ന കാഴ്ചയാണ്. ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ ചിന്ത അവിടേക്കാണ് ഓടിയെത്തിയത്. ദൈവപുത്രൻ കടന്നുപോകുന്ന അതികാഠിന്യമുള്ള അഗ്നിജ്വാലയുടെ അനുഭവത്തിലൂടെ വെന്തുപോകുന്ന സാഹചര്യത്തിലൂടെ പോയപ്പോൾ അവിടെയെല്ലാം സ്വർഗം മൗനമായിട്ടിരിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പലപ്പോഴും നാം ഉദ്ധരിക്കാറുള്ളതാണ്. 53-ാം അധ്യായം 10-ാം വാക്യം: അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അതെ, ദൈവപുത്രനെ യാതൊരു നിലയിലും കൂടെ നിന്ന് മറുപടി കൊടുക്കാതെ ദൈവപുത്രനെ തകർത്ത് കളയുവാൻ സ്വർഗം പ്രസാദിച്ചതിന്റെ കാരണം ദൈവജനമേ, എന്റെയും നിങ്ങളുടെയും പാപമാണ്.
നമ്മെ വീണ്ടെടുത്തിട്ടില്ലാത്തത് കൊണ്ട്, നമുക്കൊരിക്കൽ പോലും വീണ്ടെടുപ്പുകാരാണ് എന്ന് പറയുവാൻ കഴിയാത്ത വിധത്തിൽ നാം എല്ലാവരും ജാതികളായിട്ട് ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ കൂടി സഞ്ചരിച്ചവരായിരുന്നത് കൊണ്ട് നമ്മെ ആ സ്ഥാനത്തേക്ക് ഒന്ന് കൊണ്ടുവരുവാൻ നമുക്ക് വേണ്ടി ദൈവപുത്രൻ കടന്നുപോയ ജീവിതത്തിന്റെ ഏറ്റവും അതികാഠിന്യമുള്ള സാഹചര്യത്തെ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ധ്യാനിക്കാം. നന്ദിയുള്ള ഹൃദയത്തോടെ അത്രാർപ്പണമായ സ്തോത്രയാഗം കഴിച്ച് അവിടുത്തേക്ക് പുകഴ്ചയർപ്പിക്കാം. അവിടുത്തെ പൊന്നുനാമം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ. സർവസമ്പന്നൻ നീ സാധുവായി, സർവേശ സ്വർഗീയ ഭാഗ്യമേകാൻ. സർവസമ്പന്നൻ നീ സാധുവായി, സർവേശ സ്വർഗീയ ഭാഗ്യമേകാൻ. സർവർക്കും കർത്താവാം നിൻ പാദത്തിൽ സർവവും സാധു ഞാൻ അർപ്പിക്കുന്നു. സർവർക്കും കർത്താവാം നിൻ പാദത്തിൽ സർവവും സാധു ഞാൻ അർപ്പിക്കുന്നു. വീഴുന്നു ഞാൻ നാഥ നന്ദിയോടെ വിശുദ്ധമാം നിൻ തിരുസന്നിധിയിൽ. വല്ലഭനാം നീ വഴി നടത്തി വിശ്വസ്തനായെന്നും കാത്തതിനാൽ. വല്ലഭനാം നീ വഴി നടത്തി വിശ്വസ്തനായെന്നും